ഫ്ലാഷ് ബാക്ക്. ഉണ്ണി 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 ഭയങ്കരമായ ആള്. സംഗതി ഇപ്രാവശ്യം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം യു മെസ്ഡ് വിത്ത് എ റോങ് ഗൈ. ഭീകരനാണോ ഭീകരൻ, കൊട്ടും ഭീകരൻ. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങള് തെറ്റായ ഒരാളോട് വന്നിട്ടാണ് ഈ പൂച്ചാണ്ടി വേല എല്ലാം കാണിച്ചത്. ഞാൻ അങ്ങേ അറ്റം പോയ ഇന്ത്യൻ പ്രസിഡന്റാവും, ഇങ്ങേ അറ്റം വന്ന തനി തറയാണല്ലോ പെണ്ടി. ബിഗ് ബോസിൽ അവസരം കിട്ടിയപ്പോൾ ബിഗ് ബോസിൽ പോവല്ലേ? എന്താ എല്ലാ ആഴ്ചയും നോമിനേഷൻ വരും, എല്ലാ ജയിലിലും കയറും, കച്ചറേന്റെ കൂട്ടത്തിലും ഉണ്ടാവും. അത് ആദ്യം ഉറപ്പുവരും, ചത്താലും കരയാനും പോണി. അത് 100% കാരൻ. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. ബിഗ് ബോസിലെത്തിയപ്പോൾ അപ്പോൾ എന്താണ് സായിന്റെ ഉദ്ദേശം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഗെയിം പ്ലാൻ ആവാം, അല്ലാതെ ആവാം, എന്ത് പറ്റിന്നറിയില്ല. ബിഗ് ബോസ് നിങ്ങൾ ഇത് കാണുക. വെങ്ങളൂട്ടിക്കൊരു പണപ്പെട്ടി, വെങ്ങളൂട്ടിക്കൊരു വീട് പദ്ധതി. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ, നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. ഇവരിത് വിചാരിച്ചത് പണ്ട് നമ്മള് സ്കൂളിലെ പഠിക്കുന്നത് സഞ്ജയ് പദ്ധതി കേട്ടിട്ടുണ്ട്. അതുപോലെ പെങ്ങളൂട്ടിക്ക് വീട് പദ്ധതി ഇത് പുറത്ത് ഭയങ്കര സക്സസും ആ ആൾക്കാർ അത് കണ്ടിങ്ങനെ നീ എന്നെ പുറകെ നോക്കിയില്ലേ? അച്ഛന്റെ പ്രായം ഉണ്ടല്ലോ. ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം പോയി ചത്തുടടാ. ആളുകൾ വിമർശിച്ചപ്പോൾ നിങ്ങൾ മക്കളെ മറ്റേ ലാലേട്ടൻ എന്നെ സ്റ്റേജിൽ വിളിച്ച സമയത്ത് ഞാനൊരു AV കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ സീക്രട്ട് ഏജന്റിനെ ആവും കണ്ടിട്ടുണ്ടാവുക. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് സായി കൃഷ്ണനെയാണ്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. എല്ലാ ആഴ്ചയും നോമിനേഷൻ വരും, എല്ലാ ജയിലിലും കയറും, കച്ചറേന്റെ കൂട്ടത്തിലും ഉണ്ടാവും. അത് ആദ്യം ഉറപ്പുവരും, ചത്താലും കരയാനും പോണി. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ, റിയൽ ലൈഫിൽ യു ആർ ഗോയിങ് ടു സീ സീക്രട്ട് ഏജന്റ്. വളരെ ശക്തിയായിട്ട് ഓരോ ദിവസം തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. ആ സീക്രട്ട് ഏജന്റിനെ നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും നോക്കിക്കോ, ഡബിൾ പവർ ആയിരിക്കും. അണ്ണൻ സീരിയസ് വീഡിയോ ചെയ്യുമ്പോൾ ആളുകൾ കക്കൂസ ഫ്ലാഷ് അടിച്ചു പഠിക്കാൻ ആൻഡ് മൊബൈൽ ഉപേക്ഷിക്കാൻ ബിഗ് ബോസിൽ പോയ ശ്രീകണ്ണൻ സായി. കഴിവില്ലാത്തവർക്ക് നീ ഒരു പ്രചോദനമാണ്. ഇനി നീ കാർ വർണ്ണൻ എന്നറിയപ്പെടും. മണ്ടനായി പോയി മരമണ്ടനായി തിരിച്ചു വന്ന കണ്ണൻ. കാർ ബാറ്ററിയിൽ മാത്രം പ്രവർത്തിക്കുന്ന എന്തോ പ്രത്യേക തരം നാക്കാണ് ഇവന്റെ എന്ന് തോന്നുന്നു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ഇനി ആരും സൂത്രം കാണിച്ചാ. എനിക്കിപ്പോൾ അച്ഛനും അമ്മയും നാളെ സ്നേഹ തട്ടിപ്പോയാലും ഐ ഡോണ്ട് കെയർ. എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല, ആദ്യം തട്ടി. പക്ഷെ ഇതിന്റെ ഡോഗ്സ് മനുഷ്യരെക്കാളേറെ പട്ടികളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നാട്ടുകാരെന്നെ പട്ടിമേനോൻ എന്ന് വിളിക്കുന്നത്. കണ്ണാപ്പി ഓക്കെ, താങ്ക് യു. കണ്ണാപ്പി സൈനിങ് ഓഫ്. ഒഫീഷ്യൽ കണ്ണാപ്പി.